ഹലോ ഗൈസ്, 4 മണിക്ക് ചായക്ക് എന്താ കഴിക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇതായിരിക്കുന്നു പഴം. എന്നാൽ പിന്നെ അങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന് കരുതി. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പഴത്തിന് ആദ്യം 2 പീസാക്കി, പിന്നെ അതിനെ 6 പീസാക്കി. മധുരം ഇത്തിരി കുറവായതുകൊണ്ട് പഴത്തിൽ ഞാൻ ഇത്തിരി പഞ്ചസാര തൂക്കി കൊടുത്തിരുന്നു കേട്ടോ. കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് മാവ് തയ്യാറാക്കി. അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിരുന്നു. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാനായിട്ട് അരിപ്പൊടി ബെസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവിന് കുറച്ച് മധുരം ഉണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരിയുടെ തൊലി നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണ് നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരിത്തിരി ലൂസായി എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് സെറ്റാക്കി. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലല്ല കേട്ടോ, നമ്മൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അല്ലേ. അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴത്തിന് നമ്മൾ മാവിലിട്ട് നന്നായി മുക്കിയതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ചെറിയ പീസാക്കിയത് കൊണ്ട് നമുക്ക് ഒരു 5-6 ഒരു ട്രിപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ കുട്ടി കുട്ടി പഴംപൊരികളാണ് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. പഴംപൊരി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായയുടെ കൂടെ കഴിക്കാം.